ഹായ് ഡിയേഴ്സ്, നമ്മളുടെ ചുറ്റുപാടും വീട്ടിലും ഉള്ള കുറച്ച് ഫ്ലവേഴ്സിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയണ കുറേ ഫ്ലവേഴ്സായിരിക്കും. ഇത് റയറായിരിക്കും അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇത് നമ്മളെ നാടനല്ല, ഇവൻ വിദേശിയ, പക്ഷെ നല്ല ഭംഗിയാണ്. കീഴോട്ടാണ് അതിൻ്റെ ഹാങ്ങിങ്സ് വരുന്നത് കേട്ടോ. താഴേക്ക് വളർന്ന് 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 ഫ്ലവർ ഉണ്ടാവണ ഒരു ഇതാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നോക്കി, ഇത് വേറൊരു ഐറ്റം. എനിക്ക് ഡാർക്ക് കളർ ഫ്ലവേഴ്സിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പ്രത്യേകിച്ച് റെഡ് ആകുമ്പോൾ നമുക്ക് നല്ല ആകർഷണമാണ്. ഈ ഒരു കുഞ്ഞൻ ഫ്ലവറിനെ നോക്കി നോക്കിയേ. ഇത് എല്ലാ പറമ്പുകളിലും, മിക്ക പറമ്പുകളിലും കാണാം. നമ്മൾ ശതാവരിയുടെ ഒക്കെ ഇല പോലത്തെ ഒരു ഇലയും അതൊന്ന് നിറച്ച് പൂക്കളും. ഇതെന്തെങ്കിലും ഒരു പടർന്ന് കയറി കഴിയുമ്പോൾ ഞാൻ നന്നായിട്ട് അതിനെ വളർത്താനാണ് ശ്രമിക്കുക. എന്താണെന്നറിയോ, ഇത് പടർന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ച് ഈ റെഡ് കളർ പൂക്കളുണ്ടാവും. നല്ല വെയിലൊക്കെ വന്ന് എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാം. അതേപോലെ ഇങ്ങനെ കാട് പിടിച്ച് വളരുന്നൊരു സാധനമാണ് ഈ സാധനം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് സ്കൂളിൽ പോകുമ്പോഴുണ്ടല്ലോ, ഇത് ഒരു 5-6 കയ്യിൽ ഇങ്ങനെ പിടിച്ച് പോകണ ഒരു ഗമൊന്ന് വേറെ തന്നെയാണ്. പണ്ട് പുഴു പോലെ എന്നൊക്കെ പറയും, മേലൊക്കെ തട്ടുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു കിക്കിളിയാവും. അതുപോലെ പടർന്ന് വളരുന്നൊരു ചെടിയാട്ടത്. ഇത് കൊലയായിട്ട് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കൊലയിൽ തന്നെ ഒരു 100 പൂവെങ്കിലും ഉണ്ടാവും. അതേപോലെ കൊല കുത്തി കഴിക്കുന്ന ഒരു സാധനം. അതിൻ്റെ മുട്ട് വിരിയണേലും മുമ്പുള്ളൊരവസ്ഥ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ, വയലറ്റ് മയാണ്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് കളറായി, പക്ഷെ അതൊരുണ്ട് ബൊക്കെ പോലെ ഉണ്ടായിട്ട് വളരും. കുറേ ഉണ്ടാവും. ഇതുപോലെ പടർന്ന് പിടിക്കും. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗേറ്റിൻ്റെ സൈഡിലും മതിലുമ്മൽ ഇങ്ങനെ നീളത്തിൽ വളർത്താനോ, അല്ലെങ്കിൽ ഒരു പന്തൽ കെട്ടി വളർത്തിയാലോ, അതല്ലെങ്കിൽ റൂമിൻ്റെ ഫോർച്ചിൻ്റെ മുകളിൽ വളർത്തി കഴിഞ്ഞാൽ ഒരു തണുപ്പും ഉണ്ടാവും, പടർന്ന് നിൽക്കുകയും ചെയ്യും, നിറച്ച് വയലറ്റ് മയാവുകയും ചെയ്യും, നിറച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു പൂവ് എല്ലാവർക്കും അറിയാമല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് മുറ്റത്ത് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ ബട്ടർഫ്ലൈസ് വരും. ഇതിനങ്ങനെ അതിൽപ്പെട്ടൊരു പേരും ഇതിനുണ്ട്, ഞാൻ മറന്നുപോയി. ഇതുമ്മൽ കൊലമായിട്ട് ഇങ്ങനെ കുറേ കായ്ക്കളും ഉണ്ടാവും. കണ്ട, ഇപ്പോൾ തേൻ കുടിക്കാൻ ഈച്ചകളും പ്രാണികളൊക്കെ വരുന്നത് എപ്പോഴും ഉണ്ടാവും അതുമ്മ. അതേപോലെ ഒരു മുല്ലപ്പൂവിനേക്കാൾ ഭംഗിയും കാണാൻ നിറച്ച് കഴിക്കും. ഏകദേശം ഒരു മുല്ലയുടെ സ്റ്റൈലിലാണ് ഇതിൻ്റെ ഇത് എന്നുണ്ടെങ്കിലും മുട്ടും ഒക്കെ അങ്ങനെയാണെങ്കിലും, പക്ഷെ അതല്ല സാധനം. പക്ഷെ ഇത് കാണാൻ നല്ല രസമായിട്ടോ, നിറച്ച് പൂക്കളുണ്ടാവുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ടോ. എല്ലാവരുടെ ഇടയിലും ഈ പുഴു പോലത്തെ പൂ അത് ഇവിടെ നിറച്ചുണ്ട്. പുല്ലാണ്, എന്നാലും അത് വെട്ടിക്കളയാൻ തോന്നില്ല ശരിക്കും പറഞ്ഞാൽ. അതിങ്ങനെ നിൽക്കണതാണ് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇല എന്ന് പറയണത് കണ്ട, ഈ മുല്ലപ്പൂ പോലത്തെ ഈ പൂവിൻ്റെ ഇല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതുമ്പോൾ നിറച്ച് പൂവുണ്ടാവും. പിന്നെ കൊലകൊലയായിട്ടൊന്നും കഴിക്കില്ല, 3-4 ഒക്കെ വീതം കഴിക്കുള്ളൂ. എങ്കിലും കാണാൻ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഈ ഒരു ഇത് കനകാമ്പരത്തിൻ്റെ ഞാൻ കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കനകാമ്പരത്തിൻ്റെ പല കളേഴ്സ് ഉണ്ട്. യെല്ലോ ഉണ്ട്, ഇത് നോക്കിയാൽ 2 കളറിൽ വരുന്നത് കണ്ട, വൈറ്റ് ആൻഡ് വയലറ്റ് വരുന്നത് അതൊക്കെ ഉണ്ട്. പിന്നെ ഓറഞ്ച് അപ്പുറത്തെ സൈഡിലാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഈ ഒരു കോളാമ്പിപ്പൂ പോലത്തെ ഇതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇത് പൂവിട്ടാലുണ്ടല്ലോ, കുറച്ചുണ്ടായാൽ നിറച്ച് പൂവിടും. കുറേ ദിവസം ഇത് ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്നറിയാം. ഇതിൻ്റെ മുട്ടും ഇലയും ഒക്കെ നല്ലൊരു ഭംഗിയാണ്. ഇനി ഇത് പൂവിട്ടില്ലെങ്കിലും ഇതിൻ്റെ ചെടി തന്നെ നിൽക്കണതാണ് നല്ല രസമാണ്. ഇതറിയാലോ, ഈ കുഞ്ഞൻ ചെത്തി പൂവിട്ട് വരണുള്ളൂ കേട്ടോ, സ്റ്റാർട്ട് ചെയ്യണുള്ളൂ, ഒരു കൊല ഉണ്ടായിട്ടുള്ളൂ. ഇത് നിറച്ച് ഇങ്ങനെ എല്ലാ കൂമ്പുകളിലും പൂവിടുകയാണെങ്കിലുണ്ടല്ലോ റെഡായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ നല്ല റെഡിഷ് ആയിട്ടുള്ള വേറൊരു ഫ്ലവർ. ഒറ്റ മരത്തുമ്പോൾ 2 ഫ്ലവർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്നാലും പറയാം, ഈ ഒരു മരത്തുമ്മൽ മഞ്ഞ കളറും ഉണ്ട്, റെഡ് കളറും ഉണ്ട്. 2 തരം ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. മുട്ട് കാണാനും ഇതാക്കാനും ഒക്കെ നല്ല ഭംഗിയാണ്. കണ്ട, യെല്ലോ കളറിൻ്റെ ഫ്ലവറിന് ലേശം വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. റെഡിൻ്റെ കണ്ട നടുവിലൊരു കായൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാലറിയാം എന്തൊരു ഭംഗിയാണെന്നറിയാം. അത് കാണാൻ നല്ല രസമാണ്. ഇത് മരം നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുകയും ചെയ്യും. ഒരു മരത്തുമ്പോൾ തന്നെ 2 കളർ കാണാൻ ഭയങ്കര ഒരു രസമല്ലേ. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇനി അടുത്തൊരു ഫ്ലവർ ഞാൻ പരിചയപ്പെടാം. ഞാൻ നേരത്തെ ഇതിൻ്റെ വേറൊരിത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ട, ഇതാണ് ഈ ചെടിയുടെ ഇലയും പൂവും.
2 ദിവസമൊക്കെ നിൽക്കും. നല്ല റെഡ് കളർ കൊലയായിട്ട് എല്ലാം കൂടി വിരിയണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. വലിയൊരു കൊലയിൽ പെട്ടെന്ന് ആകർഷിക്കപ്പെടും. പേരറിയില്ല എനിക്ക്, പക്ഷേ മുറ്റത്ത് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ചട്ടിയിലും വളർത്താം. ഇയാളെ പിന്നെ അറിയാലോ, പിങ്ക് കളറിൽ വന്നിട്ടുള്ള അരളി. പണ്ടൊരു പാട്ടുണ്ടായിട്ടുണ്ട് സ്കൂളിലല്ലേ, അരളിച്ചെടിയുടെ ഇല തന്നെയാണ് ഈ അടിയിൽ അരുമക്കിങ്ങിണി പോലെയെന്ന് പൂമ്പാറ്റിനെ വർണ്ണിക്കണതാണ്. പൂമ്പാറ്റയുടെ മുട്ട ഇതിൻ്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. എപ്പോഴും ഉണ്ടാവാറുണ്ട്, ഇപ്പോൾ കാണുന്നില്ല. അശോക ചെത്തി, ഈ ചെത്തിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഉണ്ടാവുള്ളൂ. കാരണം കുറേ ഉണ്ടാവുകയും ചെയ്യും. അത് മൊത്തം നല്ല ബൊക്കെ പോലെ ഉണ്ടാവും. പണ്ടത്തെ കല്യാണത്തിനൊക്കെ ഉണ്ടാവുന്ന ഒരു ബൊക്കയുടെ സ്റ്റൈലാണ് ഇതിന് ഇപ്പോൾ അല്ല കേട്ടോ. ഇപ്പോൾ സ്റ്റൈലുകളൊക്കെ മാറി തുടങ്ങി. പണ്ടത്തെ ഒരു സ്റ്റൈൽ ബൊക്കെ നമ്മളെ അച്ഛനമ്മമാരുടെ ഒക്കെ കാലഘട്ടത്തിലുള്ള കല്യാണത്തിനൊക്കെ ഉണ്ടാവുന്ന ബൊക്കയുടെ ഒരു ടൈപ്പാണ് ഇത്. ഒരുപാട് കഴിക്കും. ഒരു കട വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതുമ്മൽ പൂവുണ്ടാവും. പിന്നെ കണ്ട കനകാമ്പരം പോലത്തെ ആ ഒരു ചെടിയുടെ വേറൊരു കളർ ഓറഞ്ച്. ഞാൻ നേരത്തെ വയലറ്റ് എടുത്തപ്പോൾ അവിടെ ഇവിടെ അകലുണ്ട്, അപ്പോൾ എടുക്കാൻ മറന്നത്. അപ്പം നമ്മളെ വീട്ടിൽ അതിൻ്റെ വൈറ്റാണ് കേട്ടോ അത്. വൈറ്റ്, വൈറ്റ് പിന്നെന്തിട്ടാ, അങ്ങനെ 5-6 കളർ നമ്മളിവിടെ ഓൾറെഡി ഉണ്ട്. യെല്ലോ ഉണ്ട്, ഓറഞ്ചും ഉണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇത്രയും കളേഴ്സ് ഓരോരോ തൈകളായിട്ട്. പൂക്കളോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പല ഇതിൽ പെട്ടെന്ന് ഇവർ നശിച്ചു പോകും ഈ വർഗ്ഗക്കാർ. എന്താ ഇതിന് പറയാം, ഞങ്ങളിവിടെ കാശിത്തുമ്പ എന്ന് പറയും. പല പേരിലും പല സ്ഥലത്തും അറിയും. ഇതിൻ്റെ ഒറിജിനൽ നെയിം വേറെയാണ്. എന്നാൽ പോലും ഇവിടെ ഇങ്ങനെ പറയും. ഇതിൻ്റെ തന്നെ വേറെ ആയിട്ട് കുറേ കളറുണ്ട് കേട്ടോ. എനിക്ക് റെഡ് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ റെഡ് മാത്രമേ ഇവിടെ വയ്ക്കാറുള്ളൂ. അതിൻ്റെ ഇത് കണ്ട നിറച്ച് എല്ലാ ഓരോ തണ്ടിലും ഇത് പൂക്കും. അപ്പോൾ ഇതിങ്ങനെ നിൽക്കാൻ ആയുസ് കുറവാണെങ്കിലും കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇനി അടുത്തൊരു ചെടി, ഇത് മിക്കവരും കണ്ടിട്ടുണ്ടാവില്ല. ഇത് ചിലത് കാട് പോലത്തെ എടുത്തും റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും ഈ സാധനം, പക്ഷെ വളരെ റെയറാണ്. ഇതൊരു ഔഷധ ഗുണമുള്ള ആയുർവേദത്തിൽ ഇഞ്ച എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരു ചതച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് ചതച്ച് പണ്ടൊക്കെ മേലൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട് ഇഞ്ച എന്ന് പറയണ. അതായത് എന്താ പറയുക, എണ്ണ തേച്ച് കുളിക്കുന്ന സന്ദർഭങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇഞ്ച എന്ന് പറയണത്, ഉണങ്ങിയിട്ട്. ആ സാധനത്തിൻ്റെ ഒറിജിനൽ മരണത് ആ മരത്തിൻ്റെ പൂവാണ്. പക്ഷെ ഇതിങ്ങനെ കൊലകൊലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ്. ചിലയിടത്ത് റോഡ് സൈഡിലൊക്കെ കാണാൻ ചിലർ നട്ടുപിടിപ്പിച്ച് വീട്ടുവളപ്പിൽ ഇതുപോലെ ഉണ്ടാവും. വീട്ടുവളപ്പിലും ഉണ്ടാവും. കാരണം അത് നമുക്കായാലും ഉപയോഗിക്കാവുന്നൊരു സാധനമാണ്. പിന്നൊരു ഫ്ലവറാണ് കേട്ടോ, നമ്മൾ ശവന്നാറിപ്പൂവിൻ്റെ ഒരു ഇതിൽ. പക്ഷെ അതിൻ്റെ ഇലയോ തണ്ടോ ഇതല്ല, ഇത് വലിയ മരമായിട്ട് വലിയ ഇലയായിട്ട് നമുക്ക് ചെത്തിടൊക്കെ ഇല ഉണ്ടല്ലോ, അതിൻ്റെ രൂപസാദൃശ്യത്തോടു കൂടി വലിയ ഇലയിൽ വരുന്ന ഒരു സാധനമാണ് ഇത്. പക്ഷേ ഫ്ലവർ അതുപോലെ അതിൻ്റെ സെൻറ്റർ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് അല്ലേ, വരച്ച് വെച്ചതുപോലെ ഉണ്ട്. ഒരു സ്റ്റാർ വരച്ച് വെച്ചൊരു ലുക്ക് അതിനുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ ഇങ്ങനെ ഇത് മരമായിട്ട് പൊന്തി മേലോട്ട് വരുന്നതാണ്. ഇപ്പോൾ എന്നേക്കാൾ ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇത് അറിയാലോ, ഇത് ഞങ്ങളിവിടെയൊക്കെ സിമ്പിളായിട്ട് മാങ്ങനാറി എന്ന് പറയും. ഇതിൻ്റെ ഇലക്കൊരു സ്മെല്ലുണ്ടാവും. ഈ ഇലനൊന്ന് വേദനിപ്പിച്ച് കഴിഞ്ഞാലേ നല്ല സ്മെല്ലായിരിക്കും. ഒരു മാങ്ങയുടെയും ഒരു ഇഞ്ചിയുടെ ഒക്കെ ഒരു സ്മെല്ല് പോലെ തോന്നും. പക്ഷേ ഈ കളറുണ്ടല്ലോ, ഡാർക്ക് മെറൂൺ, വിരിഞ്ഞ് വരുമ്പോൾ മെറൂണായിട്ടും വിരിഞ്ഞ് നന്നായിട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, റെഡും മെറൂണും വയലറ്റും കൂടി മിക്സ് ചെയ്തൊരു വല്ലാത്ത കളറാണ്. അങ്ങനത്തെ ഒരു കളറിൽ ഇപ്പം അത് വിത്താക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നിർത്തിയിരിക്കുക. ഇതിൻ്റെ വിത്തുണ്ടായിട്ടുണ്ട്. അതേ വിരിഞ്ഞ 2 പേരെ കാണിച്ചു തരാം. കേട്ടോ എന്തൊരു ഭംഗിയല്ലേ. 2 ദിവസമൊക്കെ 2-3 ദിവസമുള്ള ഇതിന് ഐസുണ്ട്. അത് കഴിഞ്ഞാൽ അത് കൊഴിഞ്ഞു പോകും. പക്ഷേ സൂപ്പറാട്ടോ, നിറച്ച് കായ്ക്കും. പിന്നൊരു ചെമ്പരത്തി. ആ ചെമ്പരത്തി റെഡ് തന്നെ. റെഡിൻ്റെ ഒരു മയമാണ് ഇവിടെ സത്യം പറഞ്ഞാൽ. ആ ചെമ്പരത്തി കണ്ട നടുവിൽ വേറൊരു ഓറഞ്ച് കളറിൽ കട്ടായിട്ടുണ്ട്.
നോർമൽ ചെമ്പരത്തി റെഡ് വേറെ ഉണ്ട് ഇവിടെ, ഓൾറെഡി ഉണ്ട്, അതിനെ ഞാൻ ഫോട്ടോ എടുത്തില്ല. പക്ഷേ ഇത് ഉള്ളിൽ ഇങ്ങനെ ഒരു റോസാപ്പൂ പോലെ നിൽക്കുന്നതുകൊണ്ട് ആരും ഇഷ്ടം കൊണ്ടെടുത്തതല്ലേ. നല്ല ഭംഗിയല്ലേ, ഇത് നിറച്ച് കഴിക്കും, പൂവിടും. ഇതിനൊന്നും പ്രത്യേക പരിചരണങ്ങൾ വേണ്ട, ഉണങ്ങി പോവാതിരിക്കാൻ വെള്ളം ഒഴിച്ചാൽ മതി, പിന്നൊക്കെ താനേ ഉണ്ടായിക്കോളും. ഇവർക്ക് പ്രത്യേക പരിചരണം വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം, കാണാൻ ഭംഗിയുമാണ്. അപ്പോൾ ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ ഓൾറെഡി ഇവിടെ മുറ്റത്ത്. ഇതിന് ഇനി ഒരാളെ ഞാൻ കാണിച്ചു തരാം, വാ. ഇത് നോക്കിയേ, കണ്ട പടർന്ന് പന്തലിച്ച് പോകുന്നൊരു സാധനം. മതിലുമ്മലൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടന്നോളും. ഞാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇടല. ഇതിന് ഇലയമ്മൽ ആകർഷണം അധികം ഉണ്ടാവില്ല, അത്രയും നിറച്ച് പൂക്കളുണ്ടാവും. ഇങ്ങനെ കൊലകൊലമായിട്ട് കുഞ്ഞൻ പൂക്കളാണ്. പക്ഷെ എന്ത് രസം, അകലേന്ന് കാണുമ്പോൾ ഒരു റോസ് മയമായിരിക്കും ഫുള്ള്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റും നമുക്ക് കേട്ടോ. ചട്ടിയിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ 4 സൈഡിലേക്കും ചുറ്റും ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുമ്പോൾ അതുമ്പോൾ നിറച്ച് റോസ് പൂക്കളായിരിക്കും. നല്ല പിങ്ക്, എന്താ പറയുക, നല്ലൊരു കളറ്. അകലേന്ന് കാണുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് ആകർഷിക്കും. റെഡിനെ ആകർഷിക്കുന്ന പോലെ തന്നെ ഇതിനെയും ആകർഷിക്കും. നിറച്ചെപ്പോഴും പൂക്കളുണ്ടാവും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ വേറൊരു സാധനമാണ് ഇത്. റെഡ് പൂക്കളാണെങ്കിലും ഇങ്ങനെ കൊലകൊലമായിട്ട് കഴിക്കുന്ന പണ്ടേ ഉള്ളൊരു ചെടിയാണ്. ഇതിനും ചെത്തിയുടെ ഇലയുടെ ഒരു രൂപസാദൃശ്യം ഉണ്ട് ഇതിന്, പക്ഷെ അത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല, ചെറിയതാണെന്ന് മാത്രം. ഇതിനും നല്ല നീർവാഴ്ചയും ഇതുള്ളൊരു സ്ഥലത്താണ് ഇത് വെച്ചതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എപ്പോഴും പൂക്കും. ഇത് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് വീടുമ്മൽക്കൊക്കെ പടർത്തി വള്ളി കെട്ടി പടർത്തിയിട്ടും കേട്ട് അതുമ്മൽക്ക് വളർത്തും. ഈ ഒരു സാധനം ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു നല്ലൊരു പൂവല്ലേ, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇതിപ്പോൾ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിട്ടേ, ശവന്നാരൊന്നല്ല, അതിൻ്റെ ഒരു മോഡലാണെന്ന് പറയാം, പക്ഷെ അതല്ല കേട്ടോ. ഇതിൻ്റെ പേരറിയില്ല, വേറൊരു ഇതാണ്. പേരറിയാവുന്നവർ ഇതിന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ചട്ടിയിൽ വളർത്താം. ഇത് കുറ്റി ആയിട്ട് ഇങ്ങനെ വളരുന്ന ഒരു ചെടിയാണ്, പക്ഷെ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ ഫ്ലവർ, നല്ല രസമുണ്ട് അല്ലേ കാണാൻ. വയലറ്റും മജന്ത എന്ന് പറയാം, വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല, മജന്ത. പിന്നെ ഓർക്കിഡിൻ്റെ വേറൊരാൾ. എങ്ങനെയുണ്ട് ഈ ഫ്ലവർ, നല്ല ഭംഗിയില്ലേ. എപ്പോഴും കായ്ക്കും കേട്ടോ, അത് വലിയ ഇതിലായിരിക്കും. ഇതളുകൾ വലിപ്പമില്ലെങ്കിലും വലിയ കൊലയായിട്ട് ഇത് കായ്ക്കും. ഇത് കുറേ ഉണ്ടാവാറുണ്ട്. ഇത് ഇപ്പോൾ അതിന് വളപ്രയോഗം കുറഞ്ഞതിൻ്റെ ഒരു ഇത് വലുതായി വരുന്നുള്ളൂ, കുറേ ഉണ്ടാവും. നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് കാണാൻ. അപ്പോൾ വൈറ്റും യെല്ലോവും കൂടിയിട്ടുള്ളൊരു ഇതാണ്. ഇതറിയാലോ, ഒരു ചീരപ്പൂ പോലത്തെ, ചീരല്ല ഇതൊരു ചെടിയാണ്, എന്നാലും ചീരപ്പൂ പോലെ. ഇതുമ്മ വെൽവെറ്റ് ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ചിലതിങ്ങനെ കട്ട വെൽവെറ്റ് പോലെ കുറേ ഉണ്ടാവും. ഇതിങ്ങനെ തന്നെ കോല് പോലെ ഉണ്ടാവുള്ളൂ കേട്ടോ, അധികമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് നിറച്ച് കാണുമ്പോൾ നല്ല രസമാണ്. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റ വാക്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ ഈ വിത്തുകൾക്ക് പ്രത്യേക ശ്രദ്ധയോ പരിഗണനയോ ഒന്നും വേണ്ട. നല്ല ഒരു ഇതിൽ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് മാത്രം. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നനവ് വേണം, അത്ര മാത്രം മതി. ഉണങ്ങാതെ സൂക്ഷിക്കുക. അല്ലാതെ ഇവർക്ക് പ്രത്യേക പരിചരണമോ ഇത് ഓർക്കിഡിൻ്റെ ഒന്നും പോലെയുള്ള പരിചരണങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത പോലെ ഈ ഇത് വരുന്നുണ്ടല്ലേ, ഇപ്പോൾ ഓർക്കിഡിൻ്റെതേ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒരു ഇതാണ് കേട്ടോ. നമ്മളെ ഈ ഇതിൻ്റെ ഓല പോലെ കണ്ട അങ്ങനെയുള്ളൊരു ചെടി ചട്ടിയിൽ വയ്ക്കുന്ന ഒരു ടൈപ്പ്, താഴെ നിലത്ത് വയ്ക്കുന്ന ഒരു ടൈപ്പാണത്. ഇതിൻ്റെ ഫ്ലവർ വയ്ക്കുക വയലറ്റും വൈറ്റും ആയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് ഈ ഐറ്റമും. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളെ കുഞ്ഞ് റോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളുടെ ഒരു ബലം, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങൾ കമൻ്റ് ഇട്ടാലാണ് ഈ വീഡിയോൻ്റെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണതെന്നും അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും അതൊക്കെ അറിയണമെങ്കിൽ കേട്ടോ. ഓക്കെ, ബൈ ബൈ.